അപ്പൊ ശ്രദ്ധിക്കുക, റാഹേല് ഒന്ന് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. സാധാരണ ഭാര്യമാരെ എല്ലാവരും പീഡിപ്പിക്കുന്നേ, ഇവിടെ നേരെ തിരിച്ചാ. ഭർത്താവിന് അതിനൊരു തെളിവ് 10 കൂട്ടം കാര്യത്തിൽ ഒരു കാര്യം പറയാം. ഒരിക്കലും ഇവള് യാക്കോബിനോട് പറഞ്ഞു, നീ എനിക്ക് പിള്ളേരെ തന്നില്ല ഞാൻ ചാകുമെന്ന്. ആത്മഹത്യയുടെ ഭീഷണി. നീ എനിക്ക് പിള്ളേരെ തന്നില്ലേ ഞാൻ ചാകും. ഞാൻ പേടിച്ചാ പറയുന്നത് കേട്ടോ, എന്നെയും കൂടെ പ്രതിയാ. നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചോണേ. ദൈവസന്നിധിയില്ല മലാഖി വായിക്കുന്ന അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ എല്ലാം ശ്രദ്ധിച്ചോണം. എല്ലാം അളന്ന് സൂക്ഷിച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം സംസാരിക്കാൻ. ഇവിടെ പറയാ, നീ എനിക്ക് പിള്ളേരെ തന്നില്ല ഞാൻ. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ, പിള്ളേരെ തരാ, നീയും അങ്ങ് ചത്തോ. പിള്ളേരെ തരാ, പ്രസവത്തോടുകൂടി മരിക്കുകയല്ലേ. അന്നേരം ഇപ്പൊ കാലം കഴിയിട്ടിടിച്ച് ഉപവസിച്ചിട്ടൊന്നും രക്ഷയില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമോ, എൻ്റെ ദൈവമേ ആ സഹോദരി പ്രസവത്തോടുകൂടി കഷ്ടം. നമുക്ക് ചരിത്രമൊന്നും അറിയാൻ പറ്റില്ല. ഇവള് ഭർത്താവിനോട് മുറിക്കകത്ത് വെച്ച് പറഞ്ഞ എന്നാ, അതാരും കേട്ടില്ല, അവിടുന്ന് കേട്ടു. കഠിനവേദന കൊണ്ട് നിലവിളിച്ചതും വഴി കിടന്ന് ചത്തത് എല്ലാവരും കാണുക കേൾക്കുകയും ചെയ്തു. എൻ്റെ ഭാഷയാ, ബെഡ്റൂമിനകത്ത് ഭർത്താവിനെ പീഡിപ്പിച്ച് ഭീഷണി മുടക്കിയത് വേറെ ആരും. അതുകൊണ്ട് ബെഡ്റൂമിനകത്ത് സംസാരിക്കുന്നതും ശ്രദ്ധിച്ചോണം. ബെഡ്റൂമിനകത്ത് പറയുന്നത് തന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്, എൻ്റെ തനിസ്വരം തനിക്ക് അറിയത്തില്ല, ഞാൻ പോട്ടെന്ന് വെച്ച് ഞാൻ. അതായത് വിശ്വാസികളുടെ പാസ്റ്റർമാർ ചെന്ന ഉടനെ നല്ല സോബർ പ്രൈസ്തലോർഡ് പാസ്റ്റർ സ്തോത്രം അല്ലല്ല അച്ഛനകത്തുണ്ട് 5 മിനിറ്റ് മുന്നേ അകത്തന്നെയായിരുന്നു. അത് വന്നവരാരും അറിഞ്ഞില്ല. പക്ഷെ അത് കണ്ട ഒരുത്തൻ ഉയരത്തിലുണ്ട്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്നെ പിന്നെ തുറച്ചു നോക്കുന്നത്. സഹോദരന്മാരും അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി, നീ എനിക്ക് പിള്ളേരെ തന്നില്ലേ ചാവൂന്ന്. യാക്കോബ് പറഞ്ഞു, അയ്യോ നീ എന്തോ അബദ്ധമാ പറഞ്ഞത്. എടി മക്കളെ ദൈവം തരുന്നതല്ലേ, ദൈവത്തോട് പ്രാർത്ഥിക്കും. പിടിവാശി, അഹങ്കാരം. എന്തായാലും മരണസമയത്ത് ഇതെല്ലാം ഏറ്റു പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണം, ഞാൻ മരിക്കാൻ പോവാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശമൊന്നുമില്ല, കുഞ്ഞുങ്ങൾ നശിക്കരുത്, എന്നോട് പൊറുക്കണം, എന്നോട് മാപ്പാക്കണം. ഞാൻ ഒത്തിരി വിഷയങ്ങളിൽ അപാകതയുണ്ട്. ഭർത്താവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി, അഹങ്കാരം ഉണ്ടായിരുന്നു, നിഗളം ഉണ്ടായിരുന്നു, മരുക്കമില്ലാത്ത പശുക്കിടാവ, ചേട്ടത്തിയോട് ഗുസ്തി നടത്തിയിട്ടുണ്ട്, ഒത്തിരി തെറ്റുകളുണ്ട്. ചാകാൻ പോവാ, ക്ഷമിക്കണം, മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ കൈവിടരുത്. മൂത്തവൻ 9 വയസ്സ്, ഇതാണ്ട് ചോരക്കുഞ്ഞ, ഞാൻ ചാകാൻ പോവാ, തള്ളിക്കളയരുത്. അന്നേരം യിരെമ്യാ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെ, കരയാതെ കണ്ണുനീരടക്ക്, ഒരു പ്രതിഫലമുണ്ട്. അങ്ങനെ യിരെമ്യാവിൽ വായിക്കുന്നത്, കരയാതെ നിന്റെ കണ്ണുനീര് അടക്കിക്കൊള്ള, നിന്റെ പ്രവൃത്തിക്കും പ്രയത്നത്തിനും ഒരു പ്രതിഫലം ഉണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് അവള് മരിച്ചു വഴിയരികെ അടക്കിയെങ്കിലും ഈ പ്രാർത്ഥന സ്വർഗം അങ്ങ് കേട്ടു. അത് മുദ്ര വെച്ച് ദൈവം. അതുകൊണ്ടാ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഒരുത്തനെ ആദ്യം രാജാവാക്കി കൊണ്ടുവന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, കരയുന്ന മാതാക്കളുടെ കണ്ണുനീര് ദൈവം തുരുത്തിയിലാക്കി വയ്ക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരും അറിയാതെ രാത്രിയിലും രാവിലെയും അവസരം കിട്ടുമ്പോഴൊക്കെ ഞരങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിരുദിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ തലമുറ നശിക്കത്തില്ല, നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ സന്തതിയെ ഉയർത്തുന്ന ആദരിക്കുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. സന്തതി അധപ്പതിക്കുവാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ തലമുറകളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ ഒരു കാര്യം, വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. ഒത്തിരി ഒന്നും വർത്താനം പറഞ്ഞില്ലേലും പറയുന്നത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം. ദൈവത്തിന്റെ മകത്വം. അപ്പോൾ അതുകൊണ്ട് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരുത്തനെ രാജാവാക്കി. യഹൂദയിൽ നിന്നാ വരേണ്ടത്, പക്ഷേ യഹൂദയിൽ നിന്ന് വന്നില്ല. യഹൂദയിൽ നിന്ന് തന്നെ വരാഞ്ഞേ. യഹൂദയിൽ നിന്ന് വരാഞ്ഞതിന്റെ കാര്യം, യഹൂദ ഗോത്രത്തെ കൗലടയൻ കയറി. കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും ഒരു നാളും കയറരുത്. യഹൂദ ഗോത്രത്തെ കൗലടയൻ കയറാൻ കാര്യം, നിങ്ങൾക്ക് വചനം അറിയാം. ഉൽപ്പത്തി വായിക്കണ്ട, 38-ാം അധ്യായം പഠിക്കുമ്പോൾ, അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ട് ഹീരാമെന്ന് പേരുള്ള അദുല്യാമിന്റെ അടുക്കൽ ചെന്ന് ശൂവ എന്ന് പേരുള്ള ഒരുത്തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏർ, ഓനാൻ, ശേല. ഏർ പ്രായമായപ്പോൾ തിമ്മിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. അവൻ മരിച്ചപ്പോൾ അവന്റെ അനിയൻ ഓനാൻ ദേവരധർമ്മം അനുസരിച്ച് കെട്ടി, അവനും മരിച്ചു. പിന്നെ ഒരുത്തൻ ശേലായ, അവൻ അന്ന് പ്രായമായിട്ടും ഇല്ല. അപ്പോൾ മരുമകളോട് യഹൂദ പറഞ്ഞു, വീട്ടിൽ പൊക്കൂ, അവൻ പ്രായമാകുമ്പോൾ യവനെയും കൊണ്ട് നിനക്ക് തന്നെ, ഏതായാലും നീ 2 കൊന്നേച്ച് നിൽക്കുക, നിനക്ക് തന്നെ നന്നേക്കാതെ പറഞ്ഞു. ഇവള് വീട്ടിൽ പോയി വൈദവ്യ വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുക. എന്നാൽ സമയമായിട്ട് യഹൂദ ഈ ശേലായെ ഇവക്ക് ഭർത്താവായിട്ട് കൊടുത്തില്ല. അവൻ പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിക്കാന്നാണ് പറഞ്ഞത്. പ്രായമായിട്ടും പുള്ളി കൊടുത്തില്ല. അങ്ങനെ 38-ന്റെ 14 ഒന്ന് വായിച്ചേ. 38:14. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് വൈദവ്യ വസ്ത്രം. ശേലാപ്രാപ്തിയായിട്ട് തന്നെ അവനെ ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് അവൾ കണ്ടിട്ട് വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് തിമ്മിനയ്ക്ക് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിൻ്റെ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് യഹൂദ ആടുകട രോമം കത്തിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളറിയാതെ താമാറിൻ്റെ അടുക്ക വന്ന് പെട്ട് ഇവൾ അവനുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. ലംഘനത്തിൽ അകപ്പെട്ടപ്പോൾ അകപ്പെടുന്നതിന് മുന്നേ ചോദിച്ചു, എനിക്ക് ആട്ടുംകുട്ടിയെ തരാൻ പറഞ്ഞു. ഇവൾ എൻ്റെ കയ്യിൽ ആട്ടുംകുട്ടിയില്ല, അപ്പം പിന്നെ എന്തെങ്കിലും പണയസാധനം തരാൻ പറഞ്ഞു. 3 പണയസാധനങ്ങൾ കൊടുത്തു. ചരട്, മുദ്രമോതിരം, മടി, ഇത് 3 പണയം കൊടുത്ത് പാപം ചെയ്തു. യഹൂദ തൻ്റെ വഴിക്ക് പോയി, എവൾ അവിടെ വഴിക്കും പോയി. ചുരുക്കി പറഞ്ഞാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ താമാർ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ഗർഭവതിയായെന്ന് നാട് മുഴുവൻ അറിഞ്ഞു. അപ്പോൾ താമാറിനെ കൊണ്ടുവന്ന് സദസ്സ് നിർത്തി എല്ലാവരും ഇവളെ കുറ്റം ചുമത്തി കല്ലെറിഞ്ഞ് കൊല്ലാൻ നേരത്ത് അവൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു ശരിയാ, തെറ്റുപറ്റി ശരിയാ, പക്ഷേ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാ ഞാനുമായിട്ട് പാപം ചെയ്തവൻ. ഈ മോതിരച്ചരടും മുദ്രമോതിരവും വടിയും കൊണ്ടെടുത്ത് നിരത്തി വെച്ചു. യഹൂദയുടെ ആകെ വാള് വെട്ടി. അപ്പൊ യഹൂദ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ എന്നിലെ നീതിയുള്ളവളാണ്. ഞാൻ പറയട്ടെ, നമുക്ക് തോന്നും നമ്മളാ നീതിമാന്മാരെന്നല്ല. ചില സഭയിലൊക്കെ ചിലരുടെ ആൾക്കാരുടെ ഇരിപ്പൊക്കെ കാണണം, ഞാനാണിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല വിശുദ്ധൻ. ഈ സഭയിലെ നമ്പർ 1 ഞാനാണ്, എന്നെ കൂടാതെ ഒരു വിശുദ്ധൻ ഈ സഭ ദൈവം തമ്പുരാൻ നോക്കി ചിരിക്കുക. സ്തോത്രം. അല്ല, നമുക്ക് അങ്ങനെ ചിന്തകളുണ്ട്. ഇപ്പം വീട്ടിലാണെങ്കിലും ഈ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഞാനാ, ഈ സഭയിലാണെങ്കിലും ഞാനാ, ഈ ദേശത്താണെങ്കിലും ഞാൻ. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ഈ ആത്മീക ലോകത്തും ചിലർക്ക് അങ്ങനത്തെ ചില ചിന്തകളുണ്ട്. ഞങ്ങളാണ് പെന്തിക്കോസിൽ നമ്പർ 1, ഞങ്ങളെ വെല്ലാൻ വേറെ ആരും. അവരോട് നിങ്ങൾ സംസാരിക്കാൻ തന്നെ അവർക്ക് അതെ വിശുദ്ധി അങ്ങ് കയറിയിട്ടെ. നമ്മൾ ചോദിക്കുക, പ്രൈസ് ദി ലോർഡ്, എന്തോ ഉണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇവന്മാരെ പോലെ കള്ളന്മാര്. ചിലർക്ക് കൈ കൊടുക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈ ക്ഷയിക്കാൻ എന്നാ പറയുന്നത്, കൊടുക്കുകയല്ല, 2 പേരിൽ. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇവർക്കങ്ങ് തോന്നുക ഞങ്ങളാ വിശുദ്ധര്, ഞങ്ങളെ പോലൊരു വിശുദ്ധര് വേറെ ആരും. ഞാനൊരു കാര്യം പറയാം, നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, നമ്മൾ വിശുദ്ധരാണോ ഇല്ലയോ.
എല്ലാവരുടെ കൂടുമ്പോൾ നമുക്ക് പുറംപൂച്ചിലൊക്കെ നിൽക്കാം. സ്തോത്രം. തന്നെ ഇരിക്കുമ്പം ഒരു പ്രവാചകനും വേണ്ട, നമ്മൾ ഓരോന്നോരോന്ന് ചിന്തിച്ചേ. നമ്മുടെ നോട്ടം, സംസാരം, ചിന്ത, വിചാരം, ഇടപാട് ഇതൊക്കെ ക്ലിയറാണെന്നോ എന്തൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയല്ലേ. അന്നേരം നെഞ്ചത്തടിച്ച് കൈയ്യടെ വെച്ച് പ്രാർത്ഥിച്ചു, ഏറ്റു പറഞ്ഞോണം. ഞാൻ തന്നെ ഇരിക്കുമ്പം പൊതുവിലൊന്നും പറയരുത് കേട്ടോ. ഇവിടുന്നോട്ട് ഭർത്താവേ ഞങ്ങൾക്കൊരു പയ്യനുണ്ടായിരുന്നു, അവനെ പോയിട്ട് ഇങ്ങോട്ട് ഹല്ലേലൂയ കർത്താവേ ഇന്ന് കോളേജ് ഞാൻ. പിന്നെ അവൻ കോളേജിലെ ചരിത്രമെല്ലാം ഇരുന്ന് മുഴുവൻ ആൾക്കാരും കേൾക്കുക. ഞാൻ സൂസനോട് സംസാരിച്ച് അവൾക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുത്ത് കർത്താവേ, അവളെയും കൊണ്ട് ഞാൻ ബൈക്കേ കൂടെ. ഉള്ളത് സത്യമാ, പക്ഷെ അന്നേരമാണോ ഇത് വിളിച്ചു കോവി? അവൻ നിഷ്കളങ്കതയോടെ പറയുക. പക്ഷെ ആ സന്ദർഭത്തിൽ അവിടെ നിന്നാണോ ഇതെല്ലാം വിളിച്ചു പോകുന്നേ? അന്നേരം അവന്റെ അമ്മ അല്ലാം കേട്ടോണ്ടിരിക്കുക. അവരതിനെ തീ തിന്നുക. ഏറ്റു പറയണം. പക്ഷെ നമ്മളെല്ലാം പരീക്ഷനെ പോലെ അവനെ പോലെ അല്ലായികയാ ഞാൻ നിന്നെ, നീ അങ്ങ് സ്തുതിച്ചാ പോരെ, എന്തിനാ അവനിട്ട് വെക്കുന്നേ? നീ അങ്ങ് സ്തുതിച്ചോ, എന്നാലും കൊള്ളിക്കുക. അവനെ പോലെ അത് വേണ്ട. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, അത് മതി. നമുക്കങ്ങ് തോന്നുക. യഹൂദ പറഞ്ഞു അവൾ എന്നിൽ നീതിയുള്ളവളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ താമാർ പ്രസവിച്ചു 2 പിള്ളേര്. ആരാ? തോമാച്ചനും ചാക്കോച്ചനും. താമാറിന്റെ പിള്ളേര് ആ അമ്മാമ്മ പോവുകയും ചെയ്തു. പേരേസും ഉറക്കെ പറ സേരേഹ, ഇവർ 2 പേരും കൗലടയ വിഭാഗമാണ്. കൗലടയൻ വ്യവസ്ഥ പ്രകാരം ജനിച്ചതല്ല. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിലുണ്ട് കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, 10 തലമുറ കയറ്, 10 തലമുറ വേലക്ക. പഴയ കണക്കനുസരിച്ച് ഒരു തലമുറ 33 × 10 = 330 വർഷം. 330 വർഷം യഹൂദ എന്ന് രാജാവ് കയറാൻ ഒക്കത്തില്ല. യഹൂദ എന്ന രാജാവ് വരേണ്ടത്. പക്ഷേ ഈ കൗലടയൻ ഇതിനകത്ത് കയറിയതുകൊണ്ട് 330 വർഷം വില കിട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ആദ്യം യഹൂദ എന്ന രാജാവ് വരാതിരുന്നതും ബെന്യാമിൻ എന്ന് വരാൻ കാരണം വല്യമ്മച്ചിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും. അങ്ങനെ 1ാമത്തെ രാജാവായിട്ട് ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ ദൈവം രാജാവായിട്ട് കൊടുത്തു. സന്തോഷത്തോടെ കൊടുത്തതുമല്ല. സ്തോത്രം. അപ്പന്റെ കഴുതുകളെ തേടിപ്പോയ ശൗൽ ശാമുവേലിന്റെ അടുക്ക ചെന്ന് പാർത്തു. പിറ്റേന്ന് പോകാൻ നേരത്തെ ശാമുവേല് ശൗലിനോട് പറഞ്ഞു, പൃഥ്വിനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ നിക്ക്, എനിക്ക് ഇതിനോട് ദൂത് പറയാനുണ്ട്. അങ്ങനെ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. തൈലപാത്രത്തിലെ തൈലം കൊണ്ടൊഴിച്ചു, രാജാവായി. ഇനി ഇസ്രായേലിൽ ഒരുവൻ ആയാൽ ഈ രാജാവ് ചെയ്യേണ്ട കടമകളുണ്ട്. അതിന് രാജധർമ്മം എന്നാണ് കൊടുത്തിരിക്കുന്നത്. രാജധർമ്മം. ശൗല് ഈ രാജധർമ്മം ഒന്നും അനുസരിച്ചില്ല. ഇല്ല. 1-2 കാര്യം പറയാം. രാജധർമ്മം ഒന്ന്, ഇസ്രായേൽ രാജാവായാൽ ആദ്യം ചെയ്യേണ്ടത് ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി കയ്യിലിരിക്കണം. ഇതിൻ്റെ ഒരു പകർപ്പ്, ന്യായപ്രമാണത്തിൻ്റെ ഈ പകർപ്പ് വെച്ച് വേണം വിധി നടത്താൻ. നമ്മൾ ഏത് കാര്യം വിധിച്ചാലും വചനം വെച്ച് വേണം. ഉപദേശിയുടെ ഇഷ്ടത്തിനോ, സെക്രട്ടറിയുടെ ഇഷ്ടത്തിനോ, ട്രഷററിൻ്റെ ഇഷ്ടത്തിനോ, കമ്മിറ്റിക്കാരുടെ ഇഷ്ടത്തിനോ, കൗൺസിൽ മെമ്പറുടെ ഇഷ്ടത്തിനോ, ഓവർസിയറുടെ ഇഷ്ടത്തിനോ, സൂപ്രണ്ടിൻ്റെ ഇഷ്ടത്തിനോ, പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുടെ ഒന്നും ഇഷ്ടത്തിനല്ല വിധിക്കേണ്ടത്. ദൈവമക്കളൊരു കാര്യം തീർപ്പാക്കുമ്പോൾ ഇത് വെച്ച ഇപ്പം അങ്ങനെയാണോ വിധി നടത്തുന്നത്?
നമുക്കിഷ്ടമില്ലാത്തവനെ സഭയെ കയറ്റുകയില്ല, നമുക്കിഷ്ടമുള്ളവനെ മിണ്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലേ അവനെ കയറ്റുകയില്ല. അവനൊരു വ്യക്തിയെ ഇഷ്ടമാണെന്നേ അവനെ പിടിച്ച് മിണ്ടുന്നില്ല. എന്നെ മിണ്ടാതെ ഒന്നും മിണ്ടണ്ട, വേണ്ട, എന്തിനാ മിണ്ടുന്നേ? ദൈവത്തിന്റെ മഹത്വം. പ്രമാണം വെച്ചല്ലോ. സഭയിലെ പിണങ്ങരുത്, അല്ല പിണങ്ങാനും ഒന്നുമില്ല. കാശും ചുറ്റുപാടും എല്ലാവരുടെയും കാര്യമല്ല. പിടിപ്പും കുടുംബശ്രേഷ്ഠതയുള്ളവന്റെ വീട്ടിലെ ഉദാഹരണമാ. അവരുടെ വീട്ടിലെ ചെറുക്കനോ പെണ്ണോ രണ്ടാമത് കല്യാണം കഴിച്ചാൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല, അവരും നമ്മുടെ സഭയിലെ മെമ്പർ തന്നെ. എന്നാൽ പണവും പിടിപ്പും ചുറ്റുപാടും ഒന്നുമില്ലാതെ സാധുവായ ഒരുത്തൻ്റെ മകനോ മകളോ രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഉടനെ നമ്മൾ അടിയന്തര കമ്മിറ്റി കൂടി അവനെ മുടക്കും, പുറത്താക്കും, മറ്റേതിനെ അകത്താക്കും. എന്നാ നിങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നേ? ഇതല്ലേ നടന്നു വരുന്നേ? സ്തോത്രം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ നടത്തണം. ഇപ്പം കാശുള്ള വീട്ടിലെ ഒരാളുടെ കല്യാണത്തിന് ദൂർത്തടിച്ചാൽ പാപമല്ലത്, അല്ല. അമേരിക്കക്കാരൻ്റെയോ ലണ്ടനെയോ അമ്മ പറഞ്ഞല്ലോ UK പിള്ളേരുടെ കല്യാണത്തിന് ഇവിടുന്ന്, നീ ആ UK പറഞ്ഞോളാം, പേടിക്കണ്ട. അപ്പം ഇവിടുന്ന് ഡ്രസ്സില്ല, ഇവിടുന്നില്ല. പിന്നെ ബെറ്റിക്കോട്ട്, പഴയ കൊച്ചു പിള്ളേരുടെ ഇതുപോലെ ബെറ്റിക്കോട്ട്, ഇത് പഴയ ബെറ്റിക്കോട്ടാണ്, ഇതിനിപ്പം വേറെ പേരൊക്കെ ആയിരിക്കും. ഇതുപോലെ ഇട്ടുകൊണ്ടാണ് വരുന്നത് കല്യാണത്തിന്. അപ്പം ഈ പുറകിൽ ഇങ്ങനൊരു സാധനം കിടപ്പുണ്ട്, ഇത് അതും നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നാലും കാണിക്കാതിരിക്കാൻ ഒക്കത്തില്ല. തലയെ തുണി കണ്ടത് ഇങ്ങനെ ആയിട്ടുണ്ടോ? മൂടുപട വന്നാ ഞാൻ ഇതിനൊക്കെ ഇതാ മൂടുപടം, ഇങ്ങനെ ആയിട്ടുണ്ട് മൂടുപടം. ഇപ്പം കല്യാണത്തിനാന്നേലും ഇപ്പൊ കാണിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇത്ര അത്ര ഞാൻ ശരിയെ പറയൂ. അത്രേ ഉള്ളു. അത് വലിയ വീട്ടിലെ ആയതുകൊണ്ട് ആർക്കും, ഓവർസിയറിനും പ്രശ്നമില്ല, ഡിസ്ട്രിക്ട് മാസ്റ്റർക്കും പ്രശ്നമില്ല, ലോക്കൽ ഉപദേശിക്കും പ്രശ്നമില്ല. കാരണം കല്യാണം കഴിയുമ്പം നല്ല ഒരു കവർ കൊടുക്കാൻ സാധ്യത ഉണ്ട്. എന്നാലും വലിയ വീട്ടിൽ ചിലർ കൊടുക്കാത്തവന്മാരും ഉണ്ട്. നമ്മളവർക്ക് നല്ല കാനത്തിൽ കൊടുക്കാത്തവന്മാരും ഉണ്ട്. അതേസമയം ഈ ഡ്രസ് ഇട്ടുകൊണ്ട് കാശും പുത്തനും പിടിപ്പും കുടുംബശ്രേഷ്ഠത ഇല്ലാത്ത ഒരു വീട്ടിലെ പെൺകുട്ടിയാ ഈ പരുവത്തിൽ വരുന്നെങ്കിൽ അച്ചായന്മാരും കൊച്ചമ്മമാരും പറ എന്തേലും പറ. അന്നേരം ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് പ്രമാണം കയറും. ജോർജ് കുട്ടി, ഞാൻ ഈ കല്യാണം, നീ പിന്നെ മറ്റേത് നടത്തിയതോ? രണ്ടര വരെ പോണോ? സ്തോത്രം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ നടത്തണം. സ്തോത്രം. നമ്മളെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. പ്രമാണം പറയുന്നവൻ എല്ലായിടത്തും പ്രമാണം പറയണം, വേണ്ടേ? അത് വേണം. ഇവിടെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടക്കുമ്പോൾ, ലോക്കൽ കൺവെൻഷൻ നടക്കുമ്പോൾ ആവരണം വിട്ടവർക്ക് കർത്തൃമേശ കൊടുക്കത്തില്ല. അമേരിക്കന് സാഹിബും മദാമയും ഇവിടെ വരുകയോ അവിടെ ചെന്നാൽ അവർക്ക്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാ പ്രമാണമാണെന്ന്, എനിക്ക് പിടികിട്ടുന്നില്ല. വേറൊരു സുവിശേഷം അങ്ങനെ ഉണ്ട്. ഇവിടെ ഭയങ്കര പ്രമാണമാണ്.
വിമാനത്തെ കയറി അവിടെ ഇറങ്ങിയപ്പം ഈ ബൈബിള് തന്നെയല്ലേ അവിടെയും. അപ്പം വാദമുള്ളിടത്തേ കോച്ചെന്നുള്ളു. സ്തോത്രം. വിട്ടേക്കാം, വെറുതെ എന്തിനാ ആലോചിക്കുക. നിങ്ങൾ ഓർക്കുക, നല്ല അന്തരീക്ഷമായിരുന്നു ഇന്നലെയൊക്കെ, ഇന്നലെ വൈകിട്ടും ഇന്നലെ പകലും ഒക്കെ നല്ല. അയാൾ വന്നത് മുഴുവൻ തല്ലിക്കെടുത്തിയാച്ചാ പോയത്. പിന്നെ ഇടയ്ക്കങ്ങ് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ബോധവും വിവരം ഉള്ളവനല്ല, എഴുന്നേറ്റ് പോയാൽ വല്ലതും പറയുമല്ലോ എന്നോർത്ത് അങ്ങ് ഇരുന്നതാ. എല്ലാവരും പറഞ്ഞാൽ യാതൊരു വിവരം ഉള്ളവനല്ല. സ്തോത്രം. മാമ എഴുന്നേറ്റ് പോകരുത്, എഴുന്നേറ്റ് പോയ ആൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇരുന്ന് കൊടുത്തത്. അത് നിങ്ങൾ പിന്നെ പറയുമെന്ന് എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ആട്ടെ, നമുക്ക് മടങ്ങി വരാം. ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമകളുണ്ട്. അത് രാജധർമ്മമാണ്. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ കോപ്പി സൂക്ഷിക്കണം. രണ്ട്, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം അലങ്കരിച്ച് പൊങ്ങരുത്. മൂന്ന്, പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്ത് പിള്ളേര് ഉപദേശത്തിൽ വളർത്തണം. അങ്ങനെ ചെയ്താൽ നിന്റെ രാജത്വം നിലനിൽക്കും. രാജധർമ്മം വായിച്ച് കേൾപ്പിക്കണം. ശൗല് ഈ രാജധർമ്മം ഒന്നും അനുസരിച്ചില്ല. ഇല്ല. അതുകൊണ്ട് എന്തോ പറ്റി? ശൗല് മരിച്ചതൊരു നല്ല മരണമല്ല. ശൗലിന്റെ മരണം ഒരു ദാരുണ മരണമാണ്. അതുകൊണ്ടാണ് ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശൗലിന്റെ മരണം നടന്നപ്പോൾ ദേശം നടുങ്ങി. കാരണം ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരെയും നിർത്തിയാൽ തോൾപ്പക്കമുള്ളവനാ ശൗല്. മരിച്ചത് വല്ലാത്ത മരണമാണ്. മാത്രമല്ല, 2 ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനാ, കുറഞ്ഞ ആളല്ല. 3 കാശുള്ള വീട്ടിലെ കീശിന്റെ മോനാ. സ്തോത്രം. 4 നല്ല ഫിഗറാ ശൗലിനെ കാണാൻ. സ്തോത്രം. നല്ല കുടുംബശ്രേഷ്ഠതയുള്ള ആളാ, മിടുമിടുക്കനാ. 5 അഭിഷേകമൊക്കെ പ്രാപിച്ചതാ. 6 പ്രവചിച്ചതാ. സ്തോത്രം, സ്തോത്രം. 7 പ്രാരംഭ സമയമൊക്കെ ജയമെടുത്ത ആളാ. ഫെലിസ്തീനെ ഒതുക്കി ജയമെടുത്തവനാ. പക്ഷേ മരണം ധാരണ മരണമാണ്. ആ മരണത്തോടു കൂടി ദേശം നടുങ്ങി. സങ്കീർത്തനക്കാരൻ പാടുക, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ദൈവമേ, അതിൻ്റെ ഭിന്നങ്ങളെ ഒന്ന് നന്നാക്കി തരണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുണ്ട്. ശൗൽ എങ്ങനെയാ മരിച്ചേ? സഹോദരിമാര് പറ. കുന്തം കൊണ്ട്? എന്നിട്ട് 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 വാള പിടിച്ച് വാള വീണ് മരിച്ചോ? ശാമുവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ച് ഉറക്കെ വായിക്കണം. പെട്ടെന്ന്. ശൗല് മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് സിക്ലാഗിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ തടയിൽ പൂടിയെല്ലാം മാറിക്കിട്ട് ഓടി വന്ന് പറയുക. അടുത്ത വാക്യം. ദാവീദിന്റെ അടുക്കലെത്തി ആട്ടാങ്കം വീണ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു ചോദിച്ചു. ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. കാര്യം എന്തായി പറക എന്ന് പറഞ്ഞതിന് അവൻ പറഞ്ഞത്, ജനം പടകിൽ തോറ്റോടി അനേകര് പടകിൽ പട്ടുപോയി. ശൗലും അവന്റെ മകൻ യോനാഥാനും വായിച്ചു. അല്ലല്ല, 31-ാം അധ്യായം വായിക്ക്. എന്നാൽ ഫെലിസ്ത്യരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. അടുത്ത വാക്യം. ഫെലിസ്ത്യരെ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യരെ ശൗലിന്റെ പുത്രന്മാരാകുന്ന യോനാഥാൻ, അബീനാദാബ്, മൽക്കീശുവ എന്നിവരെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊന്നു. അടുത്തത്. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും
മുറുകി വില്ലാളികളിൽ അവന് വെച്ചു. വില്ലാളികളാൽ അവൻ വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രജനങ്ങൾ വന്ന് എന്നെ കുത്തിക്കളയും, അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്തത്, ശൗൽ മരിച്ചുവെന്ന് അവന്റെ ആയുധവാഹകൻ. അപ്പൊ ഈ ഭാഗം പഠിക്കുമ്പോൾ ശൗൽ എങ്ങനെ മരിച്ചെന്ന് തോന്നും? വാൾ പിടിച്ച് വാളിന്മേൽ വീണ് മരിച്ചെന്ന് തോന്നും. അങ്ങനല്ല. അങ്ങനാണോ അവിടെ എഴുതിയേക്കുന്നേ? അല്ല, ശൗലൊരു വാൾ പിടിച്ച് അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോ എങ്ങനെയാ മരിച്ചെന്ന് തോന്നുന്നേ? വാളിൽ വീണ് മരിച്ചത് എങ്ങനെയാന്നാ? മരിച്ചു, അത് നമ്മൾ കുറെ നേരമായിട്ട് മരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണ് മരിച്ചെന്നില്ല. വീണെന്നേ ഉള്ളൂ. കൂട്ടണ്ട. ഇല്ലില്ല. അവൻ കണ്ടല്ലോ മരിച്ചെന്ന്, അവൻ കാണുകയും ചെയ്ത്. മരിച്ചത് എങ്ങനെയാന്നാ ചോദ്യം. വീണ് മരിച്ചെന്നൊന്നുമില്ല. അതാ. ഏതായാലും അമ്മാമ്മ ഇതുവരെ മിണ്ടാതിരുന്ന് വെച്ച് കറക്റ്റ് ആൻസർ പറഞ്ഞല്ലോ. യോഗം തീരുമ്പോഴെങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ശാമുവേലിന്റെ 1-ാം പുസ്തകം 31 പഠിച്ചാൽ വാളിൽ വീണ് മരിച്ചെന്ന് തോന്നും. പക്ഷെ അവിടെ എഴുതിയേക്കുന്ന ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസാ, ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ. അപ്പം ഇവൻ കണ്ടതിനും ഇവൻ വീണതിനും ഇടയ്ക്കൊരു സംഭവം നടന്നതാ. 2-ാമത്തെ പുസ്തകം 1 മുതൽ മുമ്പേ വായിച്ചത്. ഇനി 1 മുതൽ വായിച്ചേ. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ സിക്ലാഗിൽ വന്നപ്പോൾ ഒരുത്തൻ തടയിൽ പൂടിയെല്ലാം മാറി ഓടി വന്ന് ദാവീദിന്റെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നു ചോദിച്ചതിന് ഞാൻ ഇസ്രായേൽ പാളയിൽ നിന്ന് ഓടിപ്പോരുക എന്ന് പറഞ്ഞു. കാര്യം എന്തായെന്ന് ദാവീദ് അവനോട് ചോദിച്ചതിന് ഞാൻ ജനം പടകിൽ തോറ്റോടി, അനേകർ പടകിൽ പട്ടുപോയി. ശൗലുവിന്റെ മകനായ യോനാഥാനും പടകിൽ പട്ടുപോകുന്ന ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടത് വാലിക്കൊണ്ട് ദാവീദ് ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടത് വാലിക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ കൂടെ വരുമ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ആര് നിൽക്കുന്നതും തേരും കുതിരപ്പടയും തുടർന്ന് നടക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചതിന് ഞാൻ അമാലേക്കനെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത്, നീ എന്നെ അടുത്ത് വന്ന് എന്നെ കൊല്ലണം. എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത് എന്നവനെ വെട്ടിക്കൊന്നു. അപ്പോൾ 2 ഭാഗം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ വാള് പിടിച്ച് വീണു. ജീവൻ പോയില്ല. ജീവൻ പോകാൻ ഇങ്ങനെ ഏക്കം വലിച്ചു കിടക്കുക. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, വലിച്ചു കിടക്കുക. വലിച്ചു കിടക്കുമ്പോഴും പുള്ളി പുറകോട്ട് നോക്കിയപ്പോൾ ഒരുത്തൻ നിൽക്കുന്നു. ആരാടാന്ന് ചോദിച്ചു. ഞാനൊരു അമാല്യക്ക്. വരാൻ പറഞ്ഞു. നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം. അവൾ പറഞ്ഞുണ്ട്, എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ. ഈ പുള്ളി നിരപരാധിയെ ഒത്തിരി നാള് പരിഭ്രമം പിടിപ്പിച്ചതാ ദാവീദിനെ. ഞാനൊരു ദൂത് വചനത്തിൽ നിന്ന് പറയാം. വചനത്തിൽ നിന്ന് തലയിലൊന്നും കൈവെക്കുന്നില്ല, നിങ്ങളങ്ങ് വെച്ചു. ദാവീദേ കിന്നരവായന നിപുണനാ. എൻ്റെ ഭാഷ പറഞ്ഞ അവൻ ആരാധിക്കുന്നവനാ. ദാവീദിന്റെ കയ്യിൽ എൻ്റെ ഭാഷയാ എപ്പോഴും ഒരു കിന്നരമുണ്ട്. ദാവീദിന്റെ കിന്നരം. നാളെ ഒരാൾ പറഞ്ഞു ദാവീദിന്റെ കിന്നാരമാണ്. ദാവീദിന്റെ കിന്നാരം ഒന്നുമല്ല. ദാവീദിന്റെ കയ്യിൽ എപ്പോഴും ഒരു കിന്നരം, ആരാധനയാണ്. ദാവീദിന്റെ കയ്യിൽ കിന്നരം, ശൗലിന്റെ കയ്യിലോ കുന്തം.
അധികാരമുണ്ട്, കുന്തവും ഉണ്ട്. അതുകൊണ്ട് നിരപരാധി ഒത്തിരി പരിഭ്രമിപ്പിച്ചു. അങ്ങനല്ലേ ഇപ്പൊ കണ്ടുവരുന്നത്? അധികാരവും കുന്തവും കയ്യിൽ കിട്ടിയാൽ പിന്നെ സാധുക്കളാകുന്ന പാസ്റ്റർമാരെ പീഡിപ്പിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാരും കേന്ദ്രത്തിലെ ആൾക്കാരും മിക്കടത്തും ഉണ്ട്. കാരണം അവിടെ ഈ കുന്തവും ഇല്ല. അല്ല, സഭകളിലും അങ്ങനെ കാശുള്ള അച്ചായൻ, പിടിപ്പുള്ള അച്ചായൻ സാധുക്കളെ എല്ലാ മേഖലയിലും ഉണ്ട്. എന്നാൽ നല്ല മനുഷ്യരും ഉണ്ട്. കാശും ചുറ്റുപാടും ധാരാളം ഉണ്ടായിട്ടും വിനയത്തോടെ, താഴ്മയോടെ, എളിമയോടെ ജീവിക്കുന്നവരെ എനിക്കറിയാം. വിരളമാന്നേ ഉള്ളൂ, പക്ഷെ ഉണ്ട്. ദൈവത്തിന് മഹത്വം. കാശിന്റെ പത്രാസോ കുടുംബത്തിന്റെ പത്രാസോ ഒന്നും കാണിക്കുകയല്ല, വളരെ വിനയമായിട്ട്. ഞാൻ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വീടുണ്ട്, വലിയ വീടാ. മാനുഷികമായിട്ട് അവിടെ ചെല്ലാനൊന്നും നമുക്ക് യോഗ്യതയുള്ളതല്ല. എനിക്ക് തോന്നുന്നാണ്ട് 10-22,000 സ്ക്വയർ ഫീറ്റാ വീട്. അതെ, ആട്ടെ, എല്ലാം പറയുന്നില്ല. ചില അവരും ഓൺലൈനിൽ കാണും, ചിലപ്പോൾ പറയും എന്തിനാ പാസ്റ്റർ അതൊക്കെ പറയുന്നത്, പിന്നെ ചെല്ലുമ്പോൾ ചോദിക്കും. അതുകൊണ്ടാണ് അവർക്കത് ഇഷ്ടമല്ല, ഭയങ്കരം. പക്ഷെ അവരുടെ ആ വിനയവും താഴ്മയും, കുഞ്ഞുങ്ങൾ നല്ല എന്തോ നല്ല സ്വഭാവം, ഇങ്ങനെ എന്തോ സ്വഭാവം, വളരെ വിനയം. അങ്ങനെയുള്ളവരും ഉണ്ട്. ഒരു കൂറ ഇല്ലാത്തവനും അഹങ്കരിക്കുന്നത് ഉണ്ടോന്നോ? ഞാനെപ്പോഴും പറയാം, നമ്മൾ ചില സഭയിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നമ്മൾ പറയോ പാവം ഒരു സഹോദരൻ, പാവം ഒരു പാവമില്ല, ഇവള് കപ്പലേന്ന് ഈ ആടി പ്ലെയിനെ കയറുന്നവളാ. ഇപ്പൊ പരുവക്കേടായതുകൊണ്ട്, ഇപ്പൊ കാശില്ല, ചുറ്റുപാടില്ല, വലിയ സമ്പത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പമ്മി ഇരിക്കുക. അതിലേ ഓടിപ്പോകുന്ന കപ്പലേന്ന് ഇവള് പറന്നു പോകുന്ന പ്ലെയിനെ ചാടി അത്രയ്ക്ക് ഇതാ. പിന്നെ ഇപ്പൊ ഇച്ചിരി പരുവക്കേട് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്ന് പമ്മി അപ്പോ ചുമ്മാ അയ്യോ ആന്ന്. ചില സഹോദരന്മാരും അങ്ങനെ തന്നെ. ഇപ്പൊ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവൻ പാവത്താനൊന്നുമല്ല, ഇപ്പൊ ഇച്ചിരി ക്ഷീണമായതുകൊണ്ട് ഇവനിങ്ങനെ പമ്മി ഇരിക്കുക. ഇവന്റെ കയ്യിലോട്ട് ഇച്ചിരി കിട്ടട്ടെ, അന്നാരം ഇവന്റെ താനി നിറം. പിന്നെ എത്ര തെളിവ് തരാം. എന്നാൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ധാരാളം ആൾക്കാരെ അറിയാം. എന്ത് വിനയമുള്ളവരുണ്ടെന്നറിയാം, വളരെ താഴ്മ, വളരെ വിനയം, അങ്ങനെയുള്ളവരുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. കയ്യിൽ എപ്പോഴും കുന്തമാ. ദാവീദിനെ എപ്പോ കണ്ടാലും ഭിത്തിയോട് ചേർത്ത് എന്ത് ഉപദ്രവിച്ചു. അന്നേരം എല്ലാം ഒഴിഞ്ഞു മാറുക. ഒഴിഞ്ഞു മാറിക്കോണം. അതാ നമുക്ക് വിജയം. നേരെ ചെല്ലരുത്. തുണയുണ്ട് കാണിക്കടാ, ഞാൻ ആരാന്ന് നിനക്ക്, നീ കുമ്പഴയിൽ അന്വേഷിക്കണം ജോയിക്കുട്ടി ആരാന്ന്. വേണ്ട, നിനക്ക് എന്നെ അറിയത്തില്ല, ഞാനിങ്ങനെ പമ്മിയിരിക്കുന്നെങ്കിലും അമ്മാമ്മയുടെ ഹെൽപ്പിങ്ങോ. ബേക്കുട്ടി, അച്ചായൻ ആരാന്നറിയാമോ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ചായൻ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആളെ. നിന്നെ മറുപടിക്ക് പോകരുത്, നീ അങ്ങ് ഒഴിഞ്ഞു മാറണം. ചിലപ്പോൾ അവര് മറ്റവര് പറയും, യോ പേടിച്ചു പോയി കേട്ടോ. ഇപ്പോഴത്തെ ചില ഭാഷ ഉണ്ടല്ലോ, ഷെഡ് കയറി തോറ്റ് കേട്ടോ, ഡൗണായി, അങ്ങനെ പറയട്ടെ. പക്ഷേ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെയൊക്കെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച ശൗല് തേണ്ടി ഇപ്പൊ പരിഭ്രമിച്ച് കിടക്കുന്നു കുന്തത്തെ. പറയാ, എൻ്റെ ജീവൻ മുഴുവൻ എനിക്ക് ഇരിക്കുകൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചെന്ന്. ഇന്ന് വരെ കിന്നരം എടുത്തിട്ടില്ലല്ലോ, മുഴുവൻ കുന്തമല്ലേ. ദാവീദ് അന്നാരോ കിന്നരം വായിക്കുക. ഒടുവിൽ അമാലേക്കൻ വന്ന് വെട്ടിക്കൊന്നു. അവിടെ വായിക്കുന്നത് എതിർച്ചയ എന്നൊരു പദമുണ്ട്, ഇല്ലേ മാമേ?
ഉണ്ട്. തന്നെ വായിക്കുക, ഉറക്കെ വായിക്കാൻ. ഞാൻ എതിർച്ചയ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും യാദൃച്ഛികം, അല്ലല്ല, ദൈവം നിശ്ചയിച്ചതാ. അമാലേക്യം വന്ന് ഇവനെ വെട്ടിക്കൊന്നു. അതിനാ ഈ അമാലേക്യം വരാൻ കാര്യം? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ രാജ്യത്ത്? എത്രയോ പേര്. ഇനി അമാലേക്യം തന്നെ രണ്ടുപേരും അധ്യായം മൊത്തം വായിക്കുക. ദൈവത്തിന്റെ മഹത്വം. ഈ അമാലേക്യൻ വരാൻ കാരണം എന്നാ? അതെ, ഓടിച്ച് പറയാം. ശമൂവേലിന്റെ വായിക്കണ്ട, 1 പുസ്തകം 15 പണ്ട് ദൈവം പറഞ്ഞു ശൗലിനോട് രാജാവായപ്പോൾ അമാലേക്യനെ നിർമൂലമാക്കാൻ. ആട്, മാട്, കാള, കഴുത, ആണ്, പെണ്ണ്, ഗർഭിണി, മുല കുടിക്കുന്നത്, ഒന്നിനോടും കനിവ് തോന്നരുത്. നിർമൂലമാക്കാൻ. നിർമൂലമാക്കിയില്ല. കൊള്ളയിൽ കൊഴുത്ത് മുടുത്ത കാളെ ആടിനെയെല്ലാം മാറ്റി വെച്ചേച്ച് പറഞ്ഞത് യഹോവയ്ക്ക് യാഗം കഴിക്കാനാണ്. നീ കള്ള ബിസിനസ് നടത്തിയേച്ചാന്നോ കൺവേർഷൻ നടത്തുന്നേ? സ്തോത്രം. നാട്ടുകാരുടെ പൈസ ബ്ലേഡിന് പിരിച്ചു മേടിച്ചാന്നോ? അതുകൊണ്ട് ക്രൂസൈഡ്, ഫയർ, ഒരു തീയും ഇറങ്ങുകയല്ല. സ്തോത്രം. സഹോദരനും സഹോദരിക്കും കൊടുക്കാനുള്ള വസ്തു ഓഹരിയും കൊടുക്കാതെ കള്ളയൊപ്പിട്ട് ചതിച്ചു വാങ്ങിച്ചേച്ച് അതിൽ നിന്ന് 10 സെന്റ് സഭയ്ക്ക്. സ്വന്തം സഹോദരൻ്റെയും സ്വന്തം സഹോദരിക്ക് കൊടുക്കാനുള്ള ഓഹരി കൊടുക്കുന്ന അടിച്ചു മാറ്റി വെച്ച് 10 സെന്റ് സഭയ്ക്ക്. എന്ന് വെച്ചാൽ ശീലാന്തയുടെ മണ്ടയിൽ കയറിയിരിക്കുക. സഭയ്ക്ക് തലം കൊടുത്ത് അച്ചാനാണ്, അതിനെ താഴെ ഇറങ്ങാത്ത. അമ്മാമ്മ എന്നെ നോക്കാം, മാമയെ കാണാനൊന്നും വലിയ ചതവില്ലേലും. ഞാൻ പറയുന്ന പരമാർത്ഥമായ കാര്യമാണ്. സ്തോത്രം, സ്തോത്രം. അയലത്തുകാരന്റെ 1/2 സെന്റ് സ്ഥലവും കൂടെ കെട്ടിയെടുത്തേച്ച് അടച്ച് കെട്ടി. എല്ലാവരും ചെയ്ത കാര്യമല്ല. അവന് വഴി പോലും കൊടുക്കുന്നില്ല. എന്നുവെച്ച് ഇവിടെ വന്നൊരു കർത്താവേ വഴി തുറക്കണമേ. മിക്കവാറും നീ തുറന്നാൽ ആരും പിന്നെ എടാ അവന് നടന്നങ്ങോട്ട് പോകാൻ നിനക്ക് 2 ഏക്കറോ അല്ലെ 3 ഏക്കറോ ഇച്ചിരി വഴി കൊടുക്കേ. അവൻ 5 സെന്റ് അല്ലേ ഉള്ളൂ. അവൻ വെള്ളവും കോരിക്കൊണ്ട് ആ റോഡിൽ നിന്ന് ഇവിടം വരെ നടക്കണ്ടേ? നീ ഇച്ചിരി വഴി കൊടുക്കേ. നിനക്ക് 2-3 ഏക്കർ ഉണ്ടല്ലോ, വേറെ എസ്റ്റേറ്റും ഉണ്ടല്ലോ, റബ്ബർ തോട്ടം വേറെ ഉണ്ടല്ലോ, ഇല്ലായ്മക്കാരനല്ലല്ലോ. എന്നാ 2:30 വരെ പോണോ? ആയിക്കോട്ടെ. 3 ആയാലും കൂടെ. ഇതിപ്പം ട്രെയിനിന്റെ ടൈം പറയാൻ പോലെ ആണല്ലോ. സ്തോത്രം. പുള്ളി പറഞ്ഞതുപോലെ ആണല്ലേ ഇപ്പൊ. എന്നാ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അല്ലെ, എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ. ഞാനേ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. അത് നേരത്തെ എടുത്തതാ. ഇപ്പം ഒരുത്തൻ്റെ മുഖം നോക്കുക. വിളിക്കുവോ വിളിക്കാതിരിക്കുവോ, മിണ്ടുകോ മിണ്ടാതിരിക്കുവോ, കൈ തരുവോ തരാതിരിക്കുവോ, ദൈവസന്നിധിയിൽ. എന്നോട് ഒരാൾ പറഞ്ഞു അങ്ങനൊന്നും പറയരുത്, ഓടാന്ന് പറഞ്ഞു. നിന്റെ പാട്ടിന് പോകാൻ പറഞ്ഞു. എനിക്ക് അവിടെ കണക്ക് കൊടുത്താൽ മതി. അവിടെ കൊടുത്താൽ മതി. ദൈവത്തിന് മഹത്വം. എളിയവനെ പീഡിപ്പിക്കരുത്, ദരിദ്രനെ ന്യായം മറിച്ച് കളയരുത്. സ്തോത്രം. ഇതല്ലേ ഇന്ന് നടക്കുന്ന മുഴുവൻ? ഇതല്ലേ നേതാക്കന്മാരോട് ഒട്ടു നിന്ന്
ഓച്ചാന്ന് പറഞ്ഞാൽ നല്ല സഭ കൊടുക്കും. എൻ്റെ കാര്യമല്ല, എനിക്കാരും സഭയൊന്നും തരണ്ട. എത്ര എണ്ണത്തിനെ പീഡിപ്പിക്കുക. പിന്നെ ബന്ധവും ശേഷവും നോക്കി കൊടുക്കും. മുളക്കുഴയിൽ ചെന്ന് പറയല്ലേ, കുമ്പനാട് അല്ലെങ്കിൽ അവിടെ പുനലൂരൊക്കെ നമ്മുടെ പയ്യനാ അവന് അവർ കൗൺസിൽ കൂടിച്ച് പറയാം, അത് നമ്മുടെ ജോയിച്ചാൻ്റെ ഓച്ചാൻ്റെയും പാപ്പച്ചാൻ്റെയും തങ്കച്ചായൻ്റെയും ബേബിച്ചായൻ്റെയും പാപ്പിച്ചായൻ്റെയും ഒക്കെ ബന്ധം. അവന് നമുക്ക് നല്ല സഭ കൊടുക്കണം. എന്നാൽ ശുശ്രൂഷയുള്ള കൃപയുള്ളവനുണ്ട്, അവനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് ചീന്തലാറിന് വിടാം. ചീന്തലാർ കേട്ടിട്ടില്ലേ? ഇല്ലേ? എവിടെ ബാധിച്ചൻ എവിടെ പോവാം? ഇവിടെ കേൾക്കും. ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഇതിപ്പോ ബന്ധം നോക്കി കസിൻസ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതാ, ന്യായമല്ലല്ലോ ചെയ്യുന്നതൊന്നും. ആട്ടെ, ഇടയ്ക്ക് ഇത്രയും പറഞ്ഞതുള്ളൂ, കാലുവേദനയെല്ലാം പോയി. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള വിഷയം പറയുമ്പോൾ പിന്നെ ഒരു വേദനയില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. കൊള്ളയിൽ കൊഴുത്ത് മുടുത്തതിനെയല്ല, കൊടുത്തതിനെയെല്ലാം മാറ്റി വെച്ചു പറഞ്ഞു യഹോവയ്ക്കാന്ന്. ഇതാണോ യഹോവയ്ക്ക് കൊടുക്കുന്നത്? ദൈവം അതുപോലെ ഗതികെട്ടവനാന്നോ? ബ്ലേഡ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ചു മാറ്റി, അതും കൊണ്ടുവന്ന് അറബിയെ കമത്തി അടിച്ചേച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കി. അവിടുന്ന് അങ്ങ് മുങ്ങി. അറബി ഇപ്പോഴും തപ്പി നടക്കുക. ചെറിയാൻ എന്ത് ചെയ്യും? ദൈവത്തിന് മഹത്വം. എന്നിട്ട് ഇവിടെ വന്ന് റവറന്റ് കളിക്കുക. റവറന്റ് ഓർഡിനേഷൻ ഒക്കെ മേടിച്ചു. ആരാന്നൊന്നും എന്നോട് ചോദിക്കരുത്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദൈവത്തിന് മഹത്വം. ഇവിടെ പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഉപദേശിമാരുണ്ട്. വേലയ്ക്ക് വിളിയുണ്ടായി മുളക്കുടയിലോ കുമ്പനാട്ടോ പുനലൂരോ ഒക്കെ പോയി 2-3 കൊല്ലം പഠിച്ച് ശുശ്രൂഷകന്മാരുടെ കൂടെ നിന്ന് കണ്ടും കേട്ടും വെക്കാൻ അവര് എന്തെല്ലാം കാര്യം ചെയ്ത് അവർക്ക് ഇതുവരെ ഓർഡിനേഷൻ കൊടുത്തിട്ടില്ല. അമേരിക്കനും പേർഷ്യന്നും UK എന്നും, അത് ഞാൻ ഇനിയും കൂടെ പറയാം. UK അവിടുന്ന് കാശുമായിട്ട് വരുന്ന പുള്ളിക്ക് ഉടനെ ഓർഡിനേഷൻ. പുള്ളിക്ക് അതൊന്നും എഴുതണ്ട. പറഞ്ഞാൽ തെറ്റും. അവർക്കത് എഴുതണ്ട. സാധുവായ സഹോദരൻ എഴുതി ഊപ്പാട് വരിക. മറ്റവർക്ക് അതൊന്നും. ദൈവത്തിന് മഹത്വം. അറിയുന്നൊരു ദൈവമുണ്ട്. ആട്ടെ, കൊള്ളയിൽ കൊടുത്തു മുടുത്തതിനെയെല്ലാം മാറ്റി കിട്ടും. എന്നിട്ട് പറയാം ഇത് യഹോവയ്ക്കാണ്. ആഗാഗിനെ കൊന്നില്ല. ആഗാഗൻ എന്ന് പറഞ്ഞ അമാലേഖന്റെ നേതാവാ. അവനെ കൊന്നില്ല, അവനെ ജീവനോടെ പിടിച്ചു മാറ്റി നിർത്തി. വിസ്തരിക്കുന്നില്ല അധികം. അമാലേഖനെ കൊന്നില്ല, നേതാവിനെ. അപ്പൊ അമാലേഖനെ കൊല്ലാതെ അവനെ ജീവനോടെ പിടിച്ചു മാറ്റി നിർത്തി. എന്തിന് സംഭവിച്ച എന്നതാ? അതുകൊണ്ട് മാറ്റിവെച്ച അമാലേഖൻ തന്നെ ഒടുവിൽ വെട്ടിക്കൊന്നു. ഉണ്ടോ? മാറ്റിവെച്ച അമാലേഖൻ തന്നെ ഇവനെ വെട്ടിക്കൊന്നു. ദൈവത്തിന് മഹത്വം. എതിർച്ചയായെന്ന് പറഞ്ഞെങ്കിൽ എതിർച്ചയല്ല. ശാമുവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ അമാലേഖനെ കൊല്ലാതെ വെച്ചോണ്ടിരുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം. വെച്ചോണ്ടിരുന്ന അമാലേഖൻ തന്നെ ഒടുവിൽ ഇവനെ വെട്ടിക്കൊന്നു. ദാരുണ മരണം. ഞാൻ അധികം വിവരിക്കുന്നില്ല ആ ഭാഗം. അങ്ങനെ ശൗല് മരിച്ചു. എന്നാൽ 2ാമത്തെ രാജാവായിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി കണ്ടു. ദൈവം ദാവീദിനെ കണ്ടു. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ആ എല്ലാത്തിനും ഓർഡർ ഉണ്ടാകുന്ന ഒരു ക്രമീകരണം. ശൗലിന്റെ കാലത്ത് ക്രമീകരണം ഒന്നുമില്ല, എല്ലാം
കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുക. പുള്ളിക്ക് അതിന് നേരമില്ല. പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ മാതള നാരങ്ങ തിന്നണം, മാതളത്തിൻ്റെ ജ്യൂസ് കുടിക്കണം, അതിൻ്റെ തോട് തേനിനകത്ത് ചാലിച്ച്, പിന്നെ പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോകണം. പുള്ളിക്ക് ഇതൊന്നും വിഷയമല്ല. ഒരു വാക്യം വായിച്ചോ, തെളിവിനൊരു വാക്യം വായര്, തെളിവ് തരണമല്ലോ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായര്. അത് 2 ശമൂവേലാ അമ്മാമ്മ വായിക്കുന്നത്. 1 ശമൂവേൽ 14 വായിക്കണം. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യന്റെ എന്ന് പറഞ്ഞു. അവൻ അപ്പനോട്, യോനാഥാൻ അപ്പൻ ശൗലിനോട് പറഞ്ഞില്ല. കാരണം എന്നാ? വായിര്. ശൗല് ഗിബയയുടെ അതിരിങ്കൽ മിക്രോനിലെ പുള്ളി മാതാനാരകം തിന്നോണ്ടിരിക്കുക. സ്തോത്രം. ഫെലിസ്തീന് വന്ന് പാളയം അടിച്ച് കിടക്കുക. യുദ്ധം ചെയ്യണ്ടേ? ഞാനവിടെ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് പ്രാർത്ഥനയാണ്. നമ്മുടെ ആയുധപുര പ്രാർത്ഥനാ മുറിയാ. നമ്മുടെ യുദ്ധം നടക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്താണ്. ഇയാൾക്കിപ്പോ പ്രാർത്ഥനയൊന്നും വലിയ വിഷയം. പുള്ളി മിക്രോനിൽ പോയി മാതള നാരകത്തിന്റെ കീഴിലിരുന്ന് മാതളങ്ങായുമൊക്കെ തിന്ന് ജ്യൂസ്, ഷാർജ ഷെയ്ക്ക്, പുള്ളിക്ക് പ്രാർത്ഥനയൊന്നും ഇപ്പം വിഷയമല്ല. ഇറങ്ങിയ സമയത്ത് നമുക്ക് പ്രാർത്ഥനയായിരുന്നു. അന്ന് ഗതികേടാ. ജോലിയില്ല, വീടില്ല, വസ്തുവില്ല, വണ്ടിയില്ല, ഒരു കൂന്തോ ഇല്ല. ഉടുതുണിക്ക് മറുതുണി. അന്ന് ഭയങ്കര പ്രാർത്ഥനയും കണ്ണുനീരും ഉപവാസവും ഒക്കെയാണ്. അന്നത്തെ യോഗമൊക്കെ കഴിഞ്ഞ്, പകൽ യോഗം കഴിഞ്ഞാൽ പോലും പോകുകയല്ല ചിലര്. നമ്മളിരിക്കും പോകുന്നുണ്ട്. ഇല്ലില്ല മാസ്റ്റർ, വൈകിട്ടത്തെയും കൂടെ കഴിഞ്ഞ്. കാരണം വീട്ടിലോട്ട് ചെന്നിട്ട് തന്നെ അവിടെ ഒന്നുമില്ല, വീടില്ലല്ലോ, നല്ലൊരു കട്ടിലില്ല, നല്ലൊരു മെത്തയില്ല, ഒന്നുമില്ല. ഭക്ഷണത്തിനും വലിയ മാർഗമൊന്നും ഇല്ല. അപ്പം പിന്നെ പെയ്ത്തോൻ തന്നെ ഇവിടെ 4 മണിയാകുമ്പോൾ ഒരു കട്ടനെങ്കിലും പോകുകയല്ല. തന്നെ വണ്ടിക്കൂലി ഇല്ല, പിന്നെയും പോയിട്ട് തിരിച്ചു വരണ്ടേ, പിന്നെയും രാത്രി പോകണ്ടേ, അതില്ല. എന്നാൽ പിന്നെ വൈകിട്ടത്തെയും കൂടെ കഴിഞ്ഞ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം രാവിലെ നല്ല പെരുക്കി വെച്ചാൽ നമ്മൾ ചിലർ വന്നേക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ഇപ്പോൾ ചെന്നിട്ട് പെരുക്കണം. പിന്നെ ഇപ്പം എന്തുവാ ഇങ്ങനെ ചിന്തിക്കുക ചിലര്. പിന്നെ തന്നെ നമുക്ക് വണ്ടിയുണ്ട്, കാറുമൊക്കെ ഉണ്ട്, വലിയ മുടക്കൊന്നുമില്ല. അതുകൊണ്ട് ആ പഴയ പ്രാർത്ഥനയൊന്നും ഇപ്പം ഇല്ല. ശൗല് മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞ ഇത് ജഡീക സുഖത്തെ കാണിക്കുക. മാതളം ജഡീക വിഷയങ്ങളാണ്. സ്തോത്രം. ഇപ്പൊ ആത്മീകമല്ലല്ലോ പ്രാധാന്യം. പണ്ട് ആരാധനയും പ്രാർത്ഥനയും, അന്ന് പണ്ട് സമയം ഒന്നും വിഷയം. ഇന്ന് അച്ചായൻ 2:30 വരെ എടുക്കാൻ പറഞ്ഞതിൽ സന്തോഷം. 2:30 വരെ എടുക്കുന്നില്ല. കാരണം എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, വേണ്ട. നിങ്ങൾ ചെല്ല് പറയും, അയാളെ കണ്ടെല്ലാം പോയി കിടന്ന് താമസിച്ച് ബാക്കിയുള്ള മനുഷ്യനെ എല്ലാം 2:30 വരെ ഇരുത്തി. അതിന് ഞങ്ങളുടെ ആ സെക്രട്ടറിയും പറഞ്ഞു എടുത്തോളാം, അയാൾക്കും വേറെ തൊഴിലൊന്നും ഇല്ല, അവർ രണ്ടുകൂടെ ഒത്തോണ്ടാണ് മനുഷ്യനെ മെനക്കെടുത്താൻ കുറെ എണ്ണ ഇറങ്ങിയേക്കും എന്ന് നിങ്ങൾ ചിലര് പറയും. ഇപ്പൊ തന്നെ പറഞ്ഞോന്ന് തന്നെ. അതുകൊണ്ടാണ് എനിക്ക് 2:30 അല്ല, ഒരു 5:30 വരെ നിൽക്കാൻ തോന്നുന്നുണ്ട്. ദൈവത്തിന്റെ മകത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ജഡത്തെ ത്രസിപ്പിക്കുക, ആത്മീകമല്ലല്ലോ ഇപ്പം വിഷയം. ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ അനുഭവമാണ്, നിങ്ങളും പലരങ്ങനെ. പ്രധാന വിഷയം ആത്മീകമാണ്, ബാക്കി മുഴുവൻ വിഷയവും ഇതിൻ്റെ കീഴിലാണ്. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരോട് പറയാറുണ്ട്, പ്രധാനപ്പെട്ട വിഷയം ശുശ്രൂഷയാണ്, ബാക്കി മുഴുവൻ ഇതിൻ്റെ കീഴിലാണ്.
നമ്മൾ ചില പാസ്റ്റർമാരോട് ചോദിച്ചാൽ ചിലരൊക്കെ പാസ്റ്റർ എന്ന് വരും, ഇല്ല ഇന്ന് വരത്തില്ല, ഇന്ന് പുള്ളിക്കാരുടെ അനിയത്തിയുടെ വീട് വരെ പോണം, അല്ല ഒരു ശുശ്രൂഷവും ഒക്കത്തില്ല. എന്നെ വിളിക്കുക, നീ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി മുഴുവൻ വിഷയം. നിങ്ങളെ കണ്ടപ്പോൾ ഇളകിയതല്ല, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കും. ഏത് വിഷയം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി മുഴുവൻ. ഞാൻ വീട്ടിലും പറയുമല്ലോ, ഞാൻ വീട്ടിൽ രാവിലെ വെളുപ്പിനെ പാട്ട് പാടി തമ്പേറടിച്ച് പാട്ട് പാടും. അന്നേരം വീട്ടിലുള്ള മുഴുവൻ എണ്ണം എഴുന്നേറ്റ് വേണം. അല്ലേ, ആ വീട്ടിലാരും താമസിക്കുകയല്ല. ഞാൻ രാവിലെ തമ്പേറടിച്ച് പാട്ട് പാടും, അന്നേരം എഴുന്നേറ്റ് വേണമല്ല. ഇവർ പറഞ്ഞു, അയ്യോ മോനെ വിളിക്കരുത്, അവളെന്തി എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനിങ്ങനെ ജീവിക്കുന്നത്? അതെന്താണ് കൂടെ പാട്ട് പാടാൻ അതാ ചോദിക്കാം, എന്ത് ചെയ്യ അവളെന്ത് ചെയ്യണം എന്നാ അവന് അല്ലേ? ഈ വീടും വസ്തു ആരുടെയാ? നിന്റെ അല്ലേ? നിന്റെ അല്ലേ പേരുകൂട്ടി ആധാരം? നീ അല്ലേ കരമടയ്ക്കുന്നേ? പിന്നെ നിന്നെ ആലില പോലെ തുള്ളുന്നേ? വിഷയം വേറെയാണെങ്കിലും മലാക്ക് ചോദിക്കുക, ഞാൻ അപ്പനാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം അതാ. അപ്പനാ, അമ്മയാ, മക്കളാ. ഇടയ്ക്ക് വന്നത് കൊണ്ട് പറയാം, അപ്പനും അമ്മയും കഴിഞ്ഞിട്ടാ മക്കള്. അപ്പനൊരു കാര്യം തീർത്ത് പറയുമ്പോൾ അമ്മ പിള്ളേരുടെ സൈഡ് കൂടി അപ്പനെ ഒതുക്കരുത്. അങ്ങനെയുള്ള ചില അമ്മമാരുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കും, അവൻ പറഞ്ഞതല്ലേ ശരി. പിന്നെ അപ്പന്മാര് മിക്കതും അങ്ങ് ഡിമ്മാകുക. അത് പാടില്ല. പിള്ളേർ അഥവാ വന്ന് പറഞ്ഞാൽ പറയണം, എടാടാടാ ഓർത്ത് അപകടം വല്ലതും നടന്നാണ്. അപ്പന് ബഹുമാനം കൊടുക്കണ്ടേ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. നിങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞു വന്നത്. എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അത്രയൊക്കെ പഠിച്ചതാ. അപ്പം അമ്മയുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നു. അപ്പം ഇവർ മുറ്റത്ത് നിന്ന് സംസാരിച്ചപ്പോൾ കുടുംബകാര്യമാണ് പറഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് കയറി ഒരു വർത്താനം പറഞ്ഞത് മറ്റൊന്നുമല്ല, അച്ചാച്ചനെ കുറ്റപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. അത് ഒത്തിരിയൊന്നും പറഞ്ഞില്ല. അമ്മയും കൂട്ടുകാരിയുടെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ കേട്ടച്ച് ഞാൻ ഉടനെ അഭിപ്രായം പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, അല്ലേലും അച്ചാച്ചൻ ഇങ്ങനാന്ന് പറയാൻ ഞാൻ വരിക, അല്ലെങ്കിലും അത്ര പറഞ്ഞുള്ളൂ. ഒറ്റ അടി തന്നെൻ്റെ കർണക്കുട്ടിക്ക്. അല്ലെങ്കിലും അച്ചാച്ചൻ ഇങ്ങനാന്ന് പറയാൻ വരിക, അത്ര മുഴിപ്പിച്ചില്ല. പറയുന്നതിന് ഒറ്റ അടി എൻ്റെ കർണക്കുറ്റിക്കിട്ട് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടതല്ല, ഒരു ഭാഷയും കൂടെ പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല. പറയണോ? വേണ്ട, മറന്നിട്ടില്ല, പറയാൻ വേണേ. പറഞ്ഞു, നീ പറഞ്ഞ അപ്പനെ പറയാറായോ? പിന്നെ അമ്മ പറഞ്ഞ ഡയലോഗ് എൻ്റെ കണ്ണടയുന്നത് വരെ പറഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടിക്കുവെന്ന്. എൻ്റെ കണ്ണടയുന്നത് വരെ എന്തേലും അപ്പനെ പറ്റി പറഞ്ഞ കണ്ടിക്കുന്ന അമ്മയുടെ ഭാഷ. ഞങ്ങൾ കുട്ടനാടല്ലേ,
പോയി തരുവായിക്ക് നിന്നെ കണ്ടിക്കുമെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പനും അമ്മയും മരിക്കുന്നത് വരെ ഞാൻ അമ്മ കണ്ടിക്കുകയും ചെയ്യും. അതിന് ഒരു തർക്കവുമില്ല. കണ്ടിക്കുന്ന ചുമ്മാ രസത്തിന് പറഞ്ഞതല്ല. ആൺപിള്ളേരാന്നേലും പെൺപിള്ളേരാന്നേലും അപ്പനെ അങ്ങനെ പറയുമ്പോൾ അമ്മ നിർത്തണം. ഇപ്പോഴത്തെ അമ്മമാര് ചിലർ പറഞ്ഞു, നിനക്ക് ഇപ്പോഴേലും മനസ്സിലായല്ലോ നിന്റെ തന്തയുടെ ഗുണവധികാരം, നിനക്ക് ഇപ്പോഴേലും പിടി കിട്ടിയല്ലോ, ഇയാടെ കൂടെ ആടാ ഞാൻ നിങ്ങള് അങ്ങനെ ഉണ്ടോ? തിരിച്ചും പിള്ളേരുടെ അമ്മയുടെ കുറ്റം പറഞ്ഞ് പിള്ളേര് പറയുമ്പം ഡാടാ നിർത്ത, ഞാനുണ്ട്, ഞാൻ അവളെ നിയന്ത്രിച്ചോളാം, നീ ഇപ്പൊ കയറി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ശ്വാസം വിട്ടു ഇങ്ങനെ ഇന്ന വല്ല സ്തംഭനം ഉണ്ടായ പിന്നെ നിങ്ങൾ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞല്ലോ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും. നിങ്ങളിങ്ങനെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ വിഷയം നമുക്ക് വിട്ടേക്കാം. കർത്താവിന് മഹത്വം. പുള്ളിക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ നേരമല്ല. മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിൽ പോയി ജഡീക ഉല്ലാസങ്ങൾ. സഭയിലും അങ്ങനല്ലേ? ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എല്ലാവരും വരികയല്ല. നമ്മൾ ടൂർ പോകുന്നെന്ന് പറഞ്ഞാൽ സകല എണ്ണവും വരും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവദാസന്മാരെ വിളിക്കുന്നുണ്ട്, ചെലവുകളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മാസ്റ്റർ. നമ്മൾ ടൂർ പോകുന്നുണ്ട് ഒരു വീട്ടിൽ നിന്നല്ലേ ഒരാൾക്ക് ഇത്രയെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മുൻപന്തിയിൽ. അത് നേരത്തെ വരികയും ചെയ്യും. കൂടെ പക്ഷേ എപ്പോഴാണ് ഇറങ്ങുന്നത്, ഏത് വണ്ടിയാണ്, സീറ്റുണ്ടോ, നമ്മൾ ഇതിലേക്കൂടാ പോകുന്ന, ഉച്ചയ്ക്ക് എന്നാ ഫുഡ്, വൈകിട്ട് എവിടാ, നമ്മൾ എല്ലാം ഓരോന്ന്. ദൈവത്തിന്റെ മഹത്വം മനസ്സിലായോ? ജഡീക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആത്മികത്തിനാ പ്രഥമ സ്ഥാനം. അത് കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ അതിന്റെ കീഴിലാന്ന്. അങ്ങനെ ഒന്ന് പോയേ ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. ദൈവം നിന്റെ കൂടെ കാണും. നീ പോകുന്നിടത്തെല്ലാം ദൈവം നിനക്ക് ജയം തരും. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. എൻ്റെ ജീവിതം നാളത്തെ എനിക്കറിയത്തില്ല. ഇന്ന് വരെ അന്ത്യം വരെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരാധനയും പ്രാർത്ഥനയും ആത്മീക ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം ആ ബാക്കി മുഴുവൻ കാര്യവും. ബാക്കി മുഴുവൻ പ്രഥമ സ്ഥാനം ഇതാണ്. നിങ്ങൾ വീട്ടിൽ വന്നാന്ന് അന്വേഷിക്കും. അല്ലെ എന്നോട് അടുത്ത് ഇടപെടുന്നവരോട് ചോദ്യം എങ്ങനെയാന്ന്. ചിലപ്പോൾ സഭായത്തിന്റെ ചെല്ല് പറയും, ഇത്രയോ നേരം നിനക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോണം. നീ പോവും. എന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വന്ന് പമ്മിയിരിക്കാൻ? ഇവിടെ ഇതിന് താല്പര്യമുള്ളവർ വന്നാൽ മതിയെന്ന്. എത്രയോ സഭകളുണ്ട്, എവിടെല്ലാം ഉണ്ട്. പ്രധാന വിഷയം ഇതാ നിലനിൽക്കുന്നത്. മറ്റേതല്ല ഇവിടെ കൊണ്ട് തീരുന്നതാ. ഓടിച്ചവസാനിപ്പിക്കാം. ദൈവത്തിന്റെ മഹത്വം. ശൗല് മരിച്ചു, ദാവീദ് രാജാവായി. ദാവീദിന്റെ കാലത്തെല്ലാം ഓർഡർ വന്നു. മില്ലോ പണിതു, സംഭാരതകരം പണിതു, പാട്ടുകാരെ നിയമിച്ചു, കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാരെ എല്ലാം എല്ലാറ്റിലുപരി പെട്ടകം തിരികെ കൊണ്ടുവന്നു. ശൗലിന്റെ കാലത്ത് അത് ഗണ്യമാക്കിയില്ല. ഏതാ പെട്ടകം? ശൗലിന്റെ കാലത്ത് പുള്ളിക്ക് ഇതൊന്നും താല്പര്യമില്ല. പെട്ടകത്തിനകത്ത് എന്നാക്കെയാ? മണ്ണായിട്ട് വെച്ച, പിന്നെ അഹരോന്റെ തളർത്ത വടി, പിന്നെ നിയമത്തിന്റെ കൽപ്പലക. സ്തോത്രം. വ്യാഖ്യാനിക്കുന്നില്ല അധികം. ഇപ്പൊ ആ പെട്ടകം ഇല്ല. ഞാനും ഉച്ച കഴിഞ്ഞ് പോവുക. ഇപ്പൊ ഇല്ല, പെട്ടകം ഇല്ല. ഇപ്പൊ എവിടാന്ന് ആർക്കും അറിയത്തില്ല.
പിന്നെ ചെല്ല് പറയുന്നത് അതൊരു പള്ളിക്കകത്ത് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് ചരിത്രമാണ്, അവിടെ ഇരിക്കട്ടെ. പെട്ടകത്തിനകത്ത് എല്ലാ സാധനങ്ങളും ഇല്ലെന്നാ പറയുന്നത്. അന്ന് മന്ന ഇട്ട് വച്ച പൊൻപാത്രം, ഇടങ്ങഴി മന്ന എടുത്ത് പാത്രത്തിനകത്ത് ഇട്ടു വച്ചേക്കണമെന്ന് പറഞ്ഞു. പാത്രം നമ്മുടെ ഹൃദയത്തെ കാണിക്കുന്നത്, മന്ന ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇടങ്ങടി മന്ന എടുത്ത് പൊൻപാത്രത്തിൽ ഇടാൻ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞ്? എപ്പോഴാ പറഞ്ഞു? യോ, ആ എപ്പോഴേലും പറയട്ടെ മാസ്റ്റേ, സമയം പോകുന്നു, ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. ഇങ്ങോട്ട് നോക്ക്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ആ മന്ന പൊഴിയുന്നത്. അപ്പം മന്ന ഇങ്ങനെ മന്ന പൊഴിഞ്ഞപ്പം ഇവര് ചോദിക്കുക, ഇത് ഇതെന്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പിടുത്തം കിട്ടിയിട്ടില്ല തന്നെതാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെ ഒറ്റ ഒരുത്തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല ഇതെന്താണ്. ഇല്ല. മോശയ്ക്ക് പിടികിട്ടില്ല തന്നെയാണ്, അഹറോന് പിടികിട്ടില്ല തന്നെയാണ്. ഇതെന്താ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഇനി ഇത് പിടികിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? കാഹളധ്വനി കേട്ട് ദൈവസഭ എടുക്കപ്പെട്ട് ജയിച്ച വിശുദ്ധന്മാർ അങ്ങ് ചെല്ലുമ്പോൾ ആ മറഞ്ഞിരിക്കുന്ന മന്ന തരും. അന്ന് അരം പിടികിട്ടും ഇതെന്നതായിരുന്നെന്ന്. ദൈവത്തിന് മഹത്വം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന അന്നേ പിടികിട്ടുപോളി തന്നെ. അതുവരെ ചോദ്യം ഇതെന്നതാണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം പറയാം. വേറൊന്നും ഇല്ലായിരുന്നു മരുഭൂമിയിൽ, മന്നായാ കൊടുക്കുന്നത്. അതിന് കാരണം സകല പ്രോട്ടീനും ഇതിനകത്തുണ്ട്. ഇപ്പം ഡോക്ടർമാരെ കാണാൻ ഞാൻ പറഞ്ഞ അത് വൈറ്റമിൻ ഡി കുറവാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ സി. അതുകൊണ്ട് അമ്മാമ്മ നല്ല ഓറഞ്ച് കിട്ടുകയാണെങ്കിൽ ജ്യൂസ്, അമ്മാമ്മയ്ക്ക് ഇച്ചിരി വിളർച്ച ഉള്ളത് കൊണ്ട് അനാറ് കിട്ടുന്നുണ്ടെങ്കിൽ അനാർ. അച്ചായന് ഈ എന്താ വൈറ്റമിൻ്റെ കുറവുണ്ട്, കണ്ണൊക്കെ വിളറിയിരിക്കുന്നത് കൊണ്ട്. സകല കേസും ഉള്ളതാ മന്ന. സകല കേസും ഇതിനകത്തുണ്ട്, സകല വൈറ്റമിനും ഇതിനകത്തുണ്ട്. ഇതെന്താ ഇതുവരെ അതിനെപ്പറ്റി ചരിത്രം പറയുന്നത്. ഇപ്പം ഈ 40 വർഷമല്ലേ മരുഭൂമിയിൽ കനാന് കാല് കൊട്ടുന്നത് വരെ കിട്ടി. അപ്പൊ ഇത് കിട്ടിയപ്പം അതിനെപ്പറ്റി പറയുന്നത്, ഇത് പഠിച്ച ആൾക്കാരും പഠനത്തിൻ്റെ ചില വിഷയം വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ആഗ്രഹം കാണുമല്ലോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന്. അപ്പം എന്നും മന്നയായി പൊടിക്കുന്നത്. ആ മന്ന അങ്ങോട്ട് പൊടിച്ച് കഴിയുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ രുചിയാണ് വരുന്നത്. ഉദാഹരണം, ഇന്ന് രാവിലെ ഇച്ചിരി ചിക്കൻ കിട്ടിയാൽ കൊള്ളാമെന്ന്, പക്ഷെ മന്നായേ ഉള്ളൂ. മന്ന കഴിച്ചപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് അതാക്കുന്നത്. ഇതെന്നത് പിറ്റേന്ന് ഇച്ചിരി ബീഫ് ഒലത്തിയത് കഴിച്ചാൽ കൊള്ളാന്ന് ഉണ്ട്, പക്ഷെ മന്നയെ പൊഴിയുന്നുള്ളൂ. പക്ഷെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റാണ്. കഴിച്ചു ഇതെന്താ
അപ്പൊ ഇന്ന് വരെ പിടികിട്ടുന്നില്ല ഇത് എന്നതാന്ന്. പിടികിട്ടുന്ന അങ്ങ് ചെല്ലുമ്പോ കിട്ടും. സ്തോത്രം. ഉരലിട്ട് ഇടിക്കണം, ഉരലിനകത്തിട്ട് ഇടിക്കണം. കിട്ടുന്നത് അതുപോലെ വിഴുങ്ങരുത്. ആരേലും എന്തേലും പറഞ്ഞ ഉടനെ അതുപോലെ അങ്ങ് വിഴുങ്ങരുത്. നന്നായിട്ട് ഇടിച്ച് പൊടിക്കണം, ഇടിച്ച് പദം വരുത്തണം. പദം വരുത്തിയേച്ച് കഴിക്കണം. അല്ലാതെ ആരേലും അങ്ങോട്ട് ഇട്ട ഉടനെ അതെടുത്തോ വിഴുങ്ങി വെച്ചിരിക്കരുത്. ഇടിക്കണം നന്നായിട്ട്, നല്ല ഇടിച്ചിടിച്ച് പദം വരാം. അപ്പം ഇടിക്കുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് കളയേണ്ടത് വല്ലതും ഉണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടുന്നുണ്ടോ. സ്തോത്രം, സ്തോത്രം. ഇത് കൊത്തമ്പാലരി പോലെ വെള്ളനിറമാണ്. ഇത് വാറുകല കിടക്കും. സൂര്യൻ ഉദിച്ച ഉടനെ ഉരുകിപ്പോവും. സൂര്യൻ ഉദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വചനമാണ്, ചവിട്ടാൻ അനുവദിക്കുകയല്ല. ചവിട്ടാൻ അനുവദിക്കത്തില്ല. അന്നേക്കുള്ളത് പെറുക്കി എടുത്തോണം. വചനവേ. സ്തോത്രം, സ്തോത്രം. ഇത് പൊടിച്ച ഈ അരിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ എന്തോ പറ്റും? വെള്ളം അങ്ങ് പോവും. ഊറ്റിക്കഴിയുമ്പോൾ വെള്ളം പോവും, ഊർന്നു പോവും, വാർന്നു പോവും. പക്ഷെ മന്ന ഇടിച്ച് പൊടിച്ചേച്ച് വെള്ളം ചേർത്താലോ പിടിക്കും. ഇടിച്ച് പൊടിയാക്കി അരിപ്പൊടിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ പിടിക്കും, യോജിക്കും. അരിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ എന്ന് പറഞ്ഞാൽ മന്ന ദൈവത്തിന്റെ വചനമാണ്. മരുഭൂമിയിൽ എവിടുന്നാ വെള്ളം? പറ. പാറയെന്ന്. അവരെ അനുഗമിച്ച പാറ. അപ്പം അങ്ങനെ വ്യാഖ്യാനിക്കും, വെള്ളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, മന്ന ദൈവത്തിന്റെ വചനമാണ്. പരിശുദ്ധാത്മാവും വചനവും കൂടെ ഒന്നിച്ച് യോജിക്കണം. സ്തോത്രം.